MDMA കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിലായിട്ട് വിട്ടുകിട്ടിയ പ്രതികളെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പുമൊക്കെ അതീവ രഹസ്യമായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതായത് ഇവർ ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെ വിശ്വസ്തരും, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള 3-4 പേരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ. അപ്പം ഈ മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടരുതെന്ന നിർദ്ദേശമുണ്ടെന്നും പറയപ്പെടുന്നു. അതെ, കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവര് അതീവ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത ചില വിഷയങ്ങളിൽ നിന്നും അതിനെ ഡീവിയേറ്റ് ചെയ്ത് വിടാൻ സാധിക്കും. അതായത് ഡീവിയേറ്റ് എന്നല്ല, ചില ഓഫ് റെക്കോർഡ് ആയിപ്പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു വെറും ഒരു MDMA കേസ് മാത്രമല്ല, ഇതൊരു അല്ലെങ്കിൽ ഒരു ചെറിയ MDMA കേസല്ല. ഇത് ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് 1/2 കിലോ, നിയർ അബൌട്ട് 500 ഗ്രാംസ് എന്ന് പറയുന്ന രീതിയിൽ MDMA കടത്തിയതിലെ പ്രധാനികളാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ഇയാൾ തന്നെ പോലീസിനോട്, അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനോട് പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു അറസ്റ്റ് നടന്ന സമയത്ത് എനിക്ക് ഇയാളുമായിട്ട്, പോലീസുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ചോദിച്ചു, പോലീസുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയം. ഒരാൾ MDMA കേസിൽ അറസ്റ്റിലാവുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് പറയുകയാണ് എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, വിശ്വസിക്കില്ല. ഇത് VV ഷൈജു അങ്ങനെയുണ്ട് പറയുന്ന ഒരു ഇൻസ്പെക്ടറാണ് അത് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. അപ്പം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണം അങ്ങോട്ട് പുരോഗമിച്ച് വരുന്നൊരു സാഹചര്യം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം. അപ്പം നമ്മളടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതാ നോക്ക്, ഞാനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഫോട്ടോ. ഏത് അർദ്ധരാത്രിക്കും അദ്ദേഹത്തിൻ്റെ വീടിന് പോയി മുട്ടാൻ വരെ യോഗ്യത ഉള്ള ഒരുത്തരാണ് ഞാൻ. ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓക്കെ, കൺവിൻസ്ഡ്. അത് കഴിഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി ഇൻസ്റ്റാഗ്രാമിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്നു, മുഖ്യമന്ത്രിയുടെ കൈയെ പിടിക്കുന്നു, തോളിൽ കൈയിടുന്നു, ഇതെല്ലാം കാണുന്നു. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കൺവിൻസ്ഡ് ആയി. പോലീസ് ഉറപ്പിച്ചു, എന്താണ്, ഇവിടെ മുഖ്യമന്ത്രിയുമായി അത്രയും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. VV ഷൈജു എന്നങ്ങനെ ഷിജു അങ്ങനെയാണ്ടാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര്. ചെന്തേര സ്റ്റേഷനിലാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ പെട്ടെന്ന് അന്വേഷണത്തിൻ്റെ ഗതി മാറി എന്ന് പറഞ്ഞാൽ ഷിജു എന്ന് പറയുന്ന ആ ഇൻസ്പെക്ടറിൽ നിന്നും അന്വേഷണ ചുമതല വഴിമാറി. കൂടുതൽ ചോദ്യം ചെയ്യലിനും പുള്ളിയില്ല. ഈ നിലയ്ക്ക് പുള്ളിയിൽ നിന്നും അന്വേഷണം പതുക്കെ വഴിമാറ്റി അത് നേരിട്ടാക്കി. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒളിപ്പിക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉടായ്പകൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് തന്നെ, പുള്ളി ചോദ്യം ചെയ്യലും കാര്യങ്ങളും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അപ്പം മുഖ്യമന്ത്രിയോട് അടുത്തുള്ളവരാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇയാളെ കൂടുതൽ വിശദമായി, ഇപ്പം മുഹമ്മദ് അസ്ലം എന്നൊക്കെ പറയുന്ന ആൾ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ഒക്കെ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ഈ പറയുന്ന അബ്ദുൽ സലാം ഉണ്ടായിരുന്നു, PA അബ്ബാസ്, സൈനുൽ അബീദ്, മുഹമ്മദ് സാബിർ, ഇവരൊക്കെ ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷണത്തിലേക്ക് വന്നു. അവിടെയാണ് രസം. ഇവരൊക്കെ വിദേശത്ത് പോകുന്നു, വിദേശത്ത് പോയിട്ട് അതും മാസത്തിൽ 2-3 തവണയൊക്കെ വിദേശ സന്ദർശനം നടത്തുക. നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ പോയിട്ട് 2-3-5 വർഷം അവിടെ കിടന്ന് അധ്വാനിച്ചിട്ടാണ് കുടുംബം പോറ്റുന്നത്. അപ്പം ഇവരങ്ങ് പോവാണ്. പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ 2-3 തവണ വിദേശയാത്ര നടത്തുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ എന്തോരം വിലയുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഇവര് ഇങ്ങനെ പോയി ചെലവൊക്കെ നടത്തി വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത സംശയത്തിലേക്ക് ഒരു ഹവാല ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം KT ജലീൽ പറഞ്ഞതിന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. KT ജലീൽ പറഞ്ഞത് മുസ്ലിം ലീഗുകാരുടെ MLA-മാരുടെ ഡീറ്റെയിൽ അന്വേഷിച്ചാൽ 100 കോടിയുടെ ഹവാല കേസെങ്കിലും കിട്ടും എന്ന് പറയുന്ന പോലെയായി കാര്യങ്ങൾ. ഇവിടെ ഈ പറയുന്ന ഇവരെന്ത് ചെയ്തു? വിദേശയാത്ര നടത്തും, ഹവാല ഇടപാട്. അപ്പം ഒന്നാലോചിക്ക്, MDMA കടത്ത്, ഹവാല ഇടപാട്, ഇതെല്ലാമുള്ള ഒരു ടീമുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സഹവാസം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ പറയുന്ന പിന്നെന്താ പറയുന്നത് ഹുസൈൻ എന്ന് പറയുന്ന, മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അന്വേഷണം രഹസ്യമായി നടത്തണം. അന്വേഷണം രഹസ്യമാക്കി നടത്തുന്നത് എന്തിനാണ്? രഹസ്യമായി കഴിയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഗുണം, അവൻ കൊടുക്കുന്ന മൊഴികളിൽ പലതും പുറത്തേക്ക് വരില്ല.
അന്വേഷണത്തിന്റെ ഫുൾ ഡീറ്റെയിൽ അല്ലെ ചോദ്യം ചെയ്യുമ്പോൾ അവന്റെ വായിൽ നിന്ന് വീഴുന്ന പലതും പുറത്തേക്ക് വരില്ല. അപ്പം മുഖ്യമന്ത്രിക്ക് തട്ടുകേട് ഉണ്ടാകുന്ന പോർഷൻസ് അവർക്ക് മനഃപൂർവ്വം നീക്കം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവന് വേണ്ട ചില ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഈ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയില്ല. അപ്പം ഇത് ഈ രീതിയിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് കൃത്യമായി നടത്തുന്നത്. ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം. പുറത്തൊന്നും വരരുത്, ഒരക്ഷരം പോലും മുഖ്യമന്ത്രിക്കെതിരായി വരരുത്, ഇവിടുത്തെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി വരരുത് എന്ന് പറയുന്നൊരു ഉദ്ദേശം. ഇനിയും നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് സംശയിക്കേണ്ടി വരും. ഇനി ഇവൻ പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ സംശയിക്കേണ്ടി വരും. അതായത് പോലീസ് കസ്റ്റഡിയിലൊക്കെ ഇപ്പോൾ കോടതി വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പിന്നീട് എന്തെങ്കിലും ഇവൻ്റെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ചീറ്റ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇവിടെ നോക്കിയുള്ളൂ, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുമായി മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു സൈഡിൽ കൂടെ പോകുന്നു. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ അതിന്റെ ഒരു അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാളെ പെട്ടെന്ന് മാറ്റുന്നു. പുള്ളി എന്നിട്ട് അവിടുന്ന് മാറി നിശാന്തിനി IPS അവിടേക്ക് കൊണ്ടുവരുന്നു. നിശാന്തിനി IPS അത്ര മോശം ഉദ്യോഗസ്ഥയൊന്നും അല്ല. ഇപ്പൊ നിശാന്തിനി IPS ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞത് പുള്ളി അവധി പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും ഈ കേസ് അന്വേഷിക്കേണ്ടിയിരുന്ന ഈ നേതാവാണ്, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനാണ്, ഈ IG ആണ്. അവിടെ എവിടെയോ ഒരു അട്ടിമറി നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അന്വേഷണം, ഇപ്പൊ ചോദ്യം ചെയ്യൽ, അട്ടിമറി നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഇത് സത്യം പറഞ്ഞാൽ പലരും കുടുങ്ങുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെടും, അല്ലെങ്കിൽ അത് ഏത് അവസ്ഥയിലാണ് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് ഇച്ചിരി പ്രയാസത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം എന്തായിരുന്നാലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവനെ അറിയില്ല എന്ന് ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിലും, അല്ലെങ്കിൽ എന്നെ അറിയാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവനെ അറിയാം. അപ്പം പിന്നെ എങ്ങനെ അറിയാമെന്ന് പത്രക്കാർ ചോദിച്ചാലും പ്രവർത്തകനൊക്കെ ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ, ആ നിലയ്ക്ക് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞാൽ അറിയാം എന്ന് തന്നെ പറഞ്ഞു. അറിയാം എന്ന് പറഞ്ഞു. ആ അറിഞ്ഞത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് അറിവ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോയ സമയത്ത് എടുത്ത് ചാടുകയും അവിടെ വെച്ച് പോലീസ് ആക്രമിച്ചു, ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിച്ച് ഇദ്ദേഹം ഒഴിച്ചിലെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോണിൽ വിളിച്ചിരുന്നു, ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ ഇയാളുടെ വീടിനടുത്തൊരു പെരുമ്പാവൂർ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ് എനിക്കിന്ന് പോയി കാണാം, അങ്ങനെയാണ് ഞാൻ ആദ്യമായി പോയി കാണുന്നതെന്ന് പറഞ്ഞു. അതൊരു വലിയ കള്ളമായിരുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അതിനുശേഷം നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാധ്യമങ്ങൾക്ക് കിട്ടിയ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ഇവനും തമ്മിൽ 2021 മുതലുള്ള ഫോട്ടോകൾ പുറത്തേക്ക് വന്നു. അത് നടക്കുന്നത് എനിക്ക് തോന്നുന്നു 2024 നവകേരള സദസ്സ് നടക്കുന്നത്. അപ്പോൾ 2021 മുതൽ ഇവരെങ്ങനെ ബന്ധമുണ്ട്? അപ്പോൾ നേരത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കള്ളമല്ലേ? മുഖ്യമന്ത്രി എന്തിനാണ് അന്നേരം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അല്ലെ എനിക്ക് അറിയാം കഴിഞ്ഞു കാര്യം, അല്ലെ എനിക്ക് ഓർമ്മയില്ല എന്ന പോലെ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ. എന്തിനാണ് നവകേരള സദസ്സിനെ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്? അവൻ ഒരുപാട് ഉപദ്രവമേറ്റു, അവൻ ആരോഗ്യ പ്രശ്നം ഉണ്ടായി, അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, തിരുമ്മല് ഒഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നെന്തിനാ കള്ളം പറഞ്ഞത്? അവിടെ ആരെയാണ് താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചത്? കഴിഞ്ഞ സർക്കാരിന്റെ നവകേരള സദസ്സിൽ ഭയങ്കര ഉപദ്രവമായിരുന്നു. എന്നാൽ അതേസമയം ഇവൻ നവകേരള സദസ്സിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവന്റെ ശരീരത്ത് ഒരു കമ്പി വടി കൊണ്ടുള്ള, പോട്ടെ, ഒരു കമ്പ് കൊണ്ട് പോലുമുള്ള ഒരു പോറലില്ല. അവൻ വണ്ടിക്കകത്തിരുന്നിട്ട് അവൻ റീൽ ചെയ്തിട്ടു. അത് അവന്റെ അബദ്ധമാണ്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വാഹനത്തിൽ ഇരിക്കുന്നുണ്ട്, റീൽ ചെയ്തിട്ടു. അപ്പോൾ റീൽ ചെയ്തിട്ട് കഴിഞ്ഞപ്പം ആൾക്കാർ നോക്കിയപ്പോൾ ശരി, അവൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ല. ഈ ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതെ നിൽക്കുന്ന അവൻ എന്തിനാ ഒഴിച്ചിലിന് പോയത്? അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അടപടലം കള്ളമാണ്. 1, 2, 3 എന്നും പറഞ്ഞിട്ട് അദ്ദേഹം മാൽപ്പടക്കം പോലെ കള്ളം പറയുമായിരുന്നു എന്ന് പൊതുജനത്തിന് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ള ചോദ്യം അടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇക്കാര്യത്തിൽ സംശയമുള്ളത്. മുഖ്യമന്ത്രി എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട്, എവിടെയൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. ഇവൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ രഹസ്യമായി പിന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓഫ് ദ റെക്കോർഡായിട്ട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരുപക്ഷെ ഈ റോബർട്ട് വാദ്രയും ഒക്കെ 170 കോടി അവിടെ കൊണ്ടുവന്ന് പിന്നെ BJPക്ക് ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തൽക്കാലം കോൺഗ്രസ്സുകാർക്കൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.